വെൽക്കം ടു റസിയാസ് കിച്ചൺ. ഞാൻ ഉണ്ടാക്കുന്നത് പീനട്ട് ബട്ടറാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമുള്ളൊരു ഐറ്റമാണ്. അപ്പോൾ നമുക്കതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 200 ml കപ്പിൽ 2 കപ്പ് നിലക്കടല എടുത്തിട്ടുണ്ട്. പിന്നെ 2 ടീസ്പൂൺ ഓയിലാണ് എടുത്തിട്ടുള്ളത്, സൺഫ്ലവർ ഓയിൽ. പിന്നെ 4 ടീസ്പൂൺ ബ്രൗൺ ഷുഗർ എടുത്തിട്ടുള്ളത്. പിന്നെ 1/4 ടീസ്പൂൺ ഉപ്പ്. അപ്പോൾ നമുക്ക് പീനട്ട് ബട്ടർ ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള നിലക്കടല ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് റോസ്റ്റ് ചെയ്തിട്ട് തൊലി കളഞ്ഞ് വരുന്ന നിലക്കടലയാണ് കേട്ടോ. എന്നാലും നമ്മളതൊന്ന് റോസ്റ്റ് ചെയ്ത് കുറച്ചും കൂടി ഒന്ന് ലൈറ്റ് ഗോൾഡൻ കളർ ആക്കുമ്പോഴാണ് അതിനൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. ആ റോസ്റ്റ് ചെയ്തതിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ വന്നാലാണ് നമ്മളെ പീനട്ട് ബട്ടറിന് ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് കുറച്ച് നേരം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് തൊലിയുള്ള നിലക്കടലയാണ് കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു 2 കപ്പ് നിലക്കടല എടുത്തിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് നനച്ച് വയ്ക്കാം. അതിന് ശേഷം ഒരു അടി കട്ടിയുള്ള ഒരു പാനിൽ ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക. അതിന് ശേഷം നമ്മളൊരു വൃത്തിയുള്ള കിച്ചൺ ടവലിലേക്ക് ഇട്ടതിന് ശേഷം കൂട്ടി പിടിച്ചൊന്ന് കയ്യിൽ വെച്ചൊന്ന് ഇങ്ങനെ റബ്ബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ തൊലിയൊക്കെ പെട്ടെന്ന് തന്നെ പോന്ന് കിട്ടും. എന്നിട്ട് നമുക്ക് തൊലി നീക്കിയതിന് ശേഷം നമുക്ക് ഇതുപോലെ പീനട്ട് ബട്ടർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ നിലക്കടലൊക്കെ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് ചൂടാറിയതിന് ശേഷം നമുക്ക് പീനട്ട് ബട്ടർ ഉണ്ടാക്കാം. നമുക്ക് കുറച്ചും കൂടി റോസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇനി മിക്സിയുടെ ജാറിലേക്ക് നിലക്കടല ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ നിലക്കടലൊക്കെ നന്നായി പൊടിഞ്ഞിട്ടുണ്ട്. ഇനി നിലക്കിയതിന് ശേഷം അതിലേക്ക് നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള സൺഫ്ലവർ ഓയിലും ബ്രൗൺ ഷുഗറും ഉപ്പുപൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ബ്രൗൺ ഷുഗർ എടുക്കണമെന്നൊരു നിർബന്ധമില്ല കേട്ടോ. അതിന് പകരം നമുക്ക് തേനോ അതല്ലെങ്കിൽ വൈറ്റ് ഷുഗറോ ഉപയോഗിക്കാം. ഇനി നമുക്കത് നന്നായി ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അടിയിൽ നിന്നൊക്കെ നന്നായി ഇളക്കി കൊടുക്കണം. അത് കട്ടിയിലുള്ളതായതുകൊണ്ട് ബ്ലേഡിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ കുടുങ്ങി നിൽക്കും. അപ്പോൾ ശരിക്കും തിരിയില്ല. അപ്പോൾ നമുക്കൊന്നും കൂടി ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ പീനട്ട് ബട്ടർ നന്നായി പേസ്റ്റ് പോലെ അരഞ്ഞിട്ടുണ്ട്. നമ്മൾ 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുള്ളൂ. പക്ഷെ നമ്മൾ വീണ്ടും അരയ്ക്കുമ്പോൾ നിലക്കടലത്തെ ആ എണ്ണ ഇറങ്ങി വന്നിട്ടാണ് ഇത്രയും ലൂസായിട്ടുള്ളത്. നമ്മൾ പീനട്ട് ബട്ടർ കട്ടിയൊക്കെ നല്ല പാകമായിട്ടുണ്ട്. ഇത്രയ്ക്കും ലൂസ് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണല്ലോ ഉപയോഗിക്കാം. അങ്ങനെ ആകുമ്പോൾ നമ്മൾ പിന്നെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ബ്രെഡിലൊക്കെ സ്പ്രെഡ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ക്രഞ്ചി ആയിട്ടുള്ള പീനട്ട് ബട്ടറാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്നുണ്ടെങ്കിൽ 2 കപ്പ് നിലക്കടല എടുക്കുന്നതിന് പകരം 2.25 കപ്പ് എടുക്കുക. എന്നിട്ട് നമ്മൾ ആദ്യം ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. എന്നിട്ടൊരു 1/4 കപ്പോളം ഒന്ന് മാറ്റി വയ്ക്കുക. എന്നിട്ട് നമ്മളിതുപോലെ അരച്ചെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ക്രഷ് ചെയ്ത ആ പീനട്ട് നമ്മൾ അതിലിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നല്ല ക്രഞ്ചി ആയിട്ടുള്ള പീനട്ട് ബട്ടർ കിട്ടും. അപ്പോൾ നമ്മുടെ ക്രീമി പീനട്ട് ബട്ടറിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യണേ. റസിയാസ് കിച്ചൺ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.